ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുന്ന മലയാളത്തിന്റെ സുൽത്താൻ, അദ്ദേഹത്തിന്റെ സുൽത്താന്റെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദവും അദ്ദേഹത്തിന്റെ ഒരു സന്തത സഹചാരിയുമായിട്ടൊരു കാലത്ത്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സർവകലാശാലയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പരിചയം, ലോകം മുഴുവൻ സഞ്ചരിച്ചത് നേടിയ അറിവുകൾ ഇങ്ങനെ ഹൃദയത്തിൽ, ലോകത്തിൻ്റെ ഭൂപടം തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന SK പൊറ്റക്കാട്, അദ്ദേഹം നമ്മുടെ ഏറ്റവും വലിയ സഞ്ചാര സാഹിത്യം, അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു വലിയ ബന്ധം. അതുപോലെ ബാബുരാജ്, പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സംഗീതജ്ഞൻ, പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം, നാടക പ്രവർത്തനങ്ങൾ. അതാണ് അത് എന്തോ ഒരു ക്വാളിറ്റി ഇല്ലാതെ ഇവരൊക്കെ ഒരാളെ കൂട്ടത്തിൽ കൂട്ടില്ലല്ലോ. അതെ. അപ്പോൾ ഒരു ഔപചാരികമായ വലിയ വിദ്യാഭ്യാസമൊന്നും അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പോലും ഇവരുമായിട്ടുള്ളൊരു സഹവാസത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തൊരു വലിയ ലോകത്തെക്കുറിച്ചുള്ളൊരു വലിയ വീക്ഷണം. വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ വരികയും ആ കഥയുടെ ചർച്ചയൊക്കെ ചെയ്യുമ്പോഴും കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു കഥയാണിത് എന്ന് പറഞ്ഞപ്പം വൈക്കം മുഹമ്മദ് ബഷീർ റെക്കമെൻഡ് ചെയ്യാണ്, ഇതാ ഈ നിൽക്കുന്ന പയ്യനെ നമ്മുടെ ഒരു സുഹൃത്താണ്, ഇയാൾക്കൊരു വേഷം കൊടുക്കണമെന്നുള്ളത്. എന്നിട്ട് കുതിരയ്ക്ക് പുല്ല് കൊടുക്കുന്ന ആളോ അങ്ങനെ എന്തോ ഒരു. അല്ല, വൈക്കം മുഹമ്മദ് ബഷീർ അത് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിഭ മനസ്സിലാക്കിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. വെറുതെ ഒരാളെ എങ്ങനെ റെക്കമെൻഡ് ചെയ്യും? അല്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ നാടകത്തിലേക്ക് ഉള്ള വളരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കോഴിക്കോടുകാർക്ക് വളരെ സുപരിചിതമാണ്.